നമസ്കാരം. ജീവിതം ഒരു പരാജയമാണ്. ജീവിതം എന്നെ പരാജയപ്പെടുത്തി എന്നെല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ സത്യമല്ല. കാരണം നിൻ്റെ ജീവിതം നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നിൻ്റെ ജീവിതം നീയാണ് കരുപ്പിടിപ്പിക്കുന്നത്. ജീവൻ തരുന്നത് ഈശ്വരനെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് നീ തന്നെയാണ്. ജീവിതമല്ല, നിൻ്റെ ആശകളാണ് നിന്നെ പരാജയപ്പെടുത്തിയത്. ആശകൾ ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിനെ നിൻ്റെ നിയന്ത്രണത്തിലാക്കിയാൽ നിനക്ക് ആശകളും നിയന്ത്രിക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആശകൾക്ക് ഒരു മുൻഗണനാക്രമം വെക്കുക. അത്യാവശ്യം, ആവശ്യം, സുഖകരം, ആഡംബരം. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇവ അത്യാവശ്യത്തിൽ വരുന്നു. ഇത് പൂർത്തീകരിച്ച ശേഷം ആവശ്യത്തിലേക്ക് പോകുന്നു. ഗതാഗതം, വാർത്താവിനിമയം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ് ആവശ്യങ്ങൾ. അതിനുശേഷം വരുന്നതാണ് സുഖകരം. സുഖകരത്തിൽ കുറച്ചും കൂടെ മുന്തിയ വിദ്യാഭ്യാസം, കുറച്ചും കൂടെ മുന്തിയ ആരോഗ്യം, കുറച്ചും കൂടെ മുന്തിയ വാർത്താവിനിമയം, കുറച്ചും കൂടെ നല്ല ഗതാഗതം. ഈ മൂന്നും, അതായത് അത്യാവശ്യവും ആവശ്യവും സുഖകരവും പൂർത്തീകരിച്ച ശേഷം മാത്രം പോകേണ്ട ഒന്നാണ് ആഡംബരം. ആഡംബരത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ആരോഗ്യം, ഏറ്റവും നല്ല ഗതാഗതം, ഏറ്റവും നല്ല വാർത്താവിനിമയം. ഈ മുൻഗണനാക്രമം നീ കർശനമായി പാലിച്ചാൽ നിൻ്റെ ജീവിതം ഒരിക്കലും പരാജയമാവില്ല. നിൻ്റെ മനസ്സിനെ നിനക്ക് നിയന്ത്രിക്കാനും സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നീ ഇപ്പോൾ നയിക്കുന്ന ജീവിതവും നിൻ്റെ സ്വപ്നത്തിലുള്ള നിൻ്റെ ആശയപരമായ ജീവിതവും തമ്മിലുള്ള അന്തരം എത്രമാത്രം കുറഞ്ഞു വരുന്നുവോ അത്രമാത്രം നീ ആനന്ദവാനും തൃപ്തനും ആയിരിക്കും എന്നുള്ളതാണ്.